ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സുഗീൻ ഉണ്ടാക്കിയല്ലോ. പുഴുങ്ങിയെടുത്ത ചെറുപയറിലേക്ക് ഞാൻ പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കൂടുതലുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അവൽ ചേർത്ത് കൊടുക്കണം. അതൊന്ന് വെള്ളം വേഗം വലിച്ചെടുക്കുമല്ലോ അവൽ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് അവൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കാം. അതിലേക്ക് ഞാൻ മൈദമാവ് കുറച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി അരിപ്പൊടിയും ഒരു സ്പൂണ് റവയും ആവശ്യത്തിന് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഏലക്കപ്പൊടിയും വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ പഴംപൊരിയുടെ ബാറ്ററിലെ അതുപോലെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ചെറുപയർ ബോൾസ് ഇതിൽ മുക്കിയിട്ട് പൊരിക്കുക കേട്ടോ. വളരെ സിമ്പിളാണ് ചെറുപയർ സുഗീൻ ഉണ്ടാക്കാൻ. ഇന്ന് ഞാൻ സുഗീൻ ഉണ്ടാക്കാൻ ഒരു കാരണമുണ്ട്. ഇന്നലെ ഇക്കാക്ക് ഞാൻ ചെറുപയർ കറി വെച്ചു കൊടുത്തപ്പോൾ ഇക്ക ചോറ്റുപാത്രം തുറന്നപ്പോൾ എനിക്ക് സുഗീൻ തിന്നാൻ തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ ഒരു ആഗ്രഹമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ആൾക്ക് സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.